അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ബിഗ് ബോസ് മലയാളം സീസൺ 7. ഇന്നലെ നമ്മളൊരു പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നു. ഷാനവാസും നിവിനും പൊരിഞ്ഞ അടി, അവിടെ പ്ലേറ്റ് ഒക്കെ എന്തൊക്കെയോ വീണ് പൊട്ടുന്നു, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭയങ്കര ഒരു അടി നമ്മൾ കണ്ടായിരുന്നു. അതിപ്പം ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് ഞാൻ പറയാം. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അതല്ലാതെ അവിടെ നടക്കുന്ന പിടിച്ച് മാന്തി തുള്ളി എന്നുള്ള വിഷയങ്ങൾക്കല്ല നമ്മൾ സത്യത്തിൽ പ്രതികരിക്കേണ്ടത് ഇതുപോലുള്ള വിഷയങ്ങൾക്കാണ് പ്രതികരിക്കേണ്ടത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് മൊഴിഞ്ഞിട്ട് പോകട്ടോ. പ്രതികരിക്കാതിരിക്കില്ലേ. ഇങ്ങനെയുള്ള സംഭവം, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. കാരണം ഈ ബിഗ് ബോസും ജനങ്ങളും തമ്മിലുള്ളൊരു ഗെയിമാണിത്. അപ്പം ബിഗ് ബോസും അവിടെയുള്ള കണ്ടസ്റ്റൻസുമായിട്ടുള്ള ഗെയിമാണെന്ന് ആരും വിചാരിക്കില്ല. കാരണം നിങ്ങളെയൊക്കെ പ്രതികരണമാണ് ബിഗ് ബോസ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവിടെ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നതും അവിടെ അടുത്ത് ചോദിക്കുന്നതും കാര്യങ്ങൾ. അപ്പം ജനങ്ങളെ പ്രതികരണമാണ്, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് ബിഗ് ബോസ് ടീം കോണ്ടന്റ് ആക്കി ജനങ്ങളുമായിട്ടാണ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് എൻ്റെ പൊന്നു, സത്യം പറഞ്ഞാൽ ഷാനവാസൊക്കെ കയറി വന്നു കഴിഞ്ഞുണ്ടല്ലോ വേറെ ലെവലാവും. ഷാനവാസൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുകൊണ്ടാണ്. ഷാനവാസിൻ്റെ ഇന്നലത്തെ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടെന്നറിയോ, ഒരു സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത്രയും സ്ക്രീൻ പ്രസൻസും അതുപോലെ ആ ഡയലോഗൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു സിനിമ കാണുന്ന ഷാനവാസൊക്കെ വേറെ ലെവലാണ്. വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ലെവലൊക്കെ അങ്ങോട്ട് മാറുക. ഏതോ സിനിമയിൽ മോഹൻലാലിൻ്റെ ഒക്കെ ഒരു ലാലേട്ടൻ്റെ ഒക്കെ ഒരു സിനിമ കാണുന്ന ഫീലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഷാനവാസൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു കണ്ടസ്റ്റൻസ്, അത്രയ്ക്കും പവർഫുൾ ആയിട്ടൊരു കണ്ടസ്റ്റൻസ് ആയിട്ട് കയറി വരും. പക്ഷെ പുള്ളിക്കാരി ഇപ്പോഴും അതൊക്കെ വേണ്ടെന്ന് വിചാരിച്ച് അവിടെ കിടക്കുവാണ്. അപ്പം ഈ വിഷയം നെവിൻ മല്ലിയില എടുത്തുകൊണ്ട് തിന്നാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവനിക്ക് നായ്ക്ക് 40 തൊട്ട് ഈ മല്ലിയില തിന്നാലേ ഉറക്കം വരുമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയത്തില്ല ഇത് എന്തിനാണ് കഴിക്കുന്നതെന്ന്. അപ്പം സംഭവം മല്ലിയില എടുത്തുകൊണ്ട് കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഈ ഷാനവാസി ഒന്ന് പിടിച്ചു പറിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം പാത്രം പിടിക്കുന്ന വഴിക്ക് നെവിൻ ഉണ്ടല്ലോ നല്ല രീതിയിൽ അത് പുഷ് ചെയ്യുന്നുണ്ട്. പുഷ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിനകത്ത് തട്ടിയിട്ട് ഈ സാധനം ഗ്ലാസ് വീണ് പൊട്ടുന്നല്ല, മനഃപൂർവ്വം ചെയ്തതല്ല, അത് അറിയാതെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഈ പ്രോപ്പർട്ടി നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് അറിഞ്ഞ് ചെയ്ത സംഭവമല്ല, അറിയാതെ ചെയ്ത സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർട്ടി നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഷാനവാസിനൊന്നും ഒരു പണിഷ്മെൻറ്റും കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ റൈറ്റ് ഷാനവാസിൻ്റെ ഭാഗത്താണ്. ഇവിടെ ഒരു മല്ലിയിലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. അവിടെ റൂള് ബ്രേക്ക് ചെയ്യുക, അവിടെ മറ്റുള്ളവർക്ക് കഴിക്കാൻ അവകാശപ്പെട്ട ഫുഡും കൂടെ എടുത്തുകൊണ്ട് പോയി എല്ലാ ദിവസവും നായ്ക്ക് 40 വട്ടം മറ്റുള്ളവരെ കൂടെ ഫുഡ് മോഷ്ടിച്ചുകൊണ്ട് കഴിക്കുക, റൂള് ബ്രേക്ക് ചെയ്യുക, ഇതിനൊക്കെ എതിരെയാണ്. നിനക്ക് എന്താണ് ഇത്ര പ്രിവിലേജ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷാനവാസ് അവിടെ വഴക്ക് ഉണ്ടാക്കുന്നത്. കറക്റ്റ് കാര്യമാണ്. ഈ നിവിന് മാത്രം എന്താണ് അവിടെ കൊമ്പുണ്ടോ? ഒന്നാമതേ അവിടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ പറയുന്ന കേൾക്കുന്നുണ്ട്, നമ്മൾ എൻ്റെ 4 കിലോ കുറഞ്ഞ്, ഇപ്പം പ്രവീൺ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് എൻ്റെ 4 കിലോ കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇറങ്ങുന്നവരല്ല എൻ്റെ 5-10 കിലോ കുറഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും ഫുഡിന് റേഷൻ അവിടെ ടൈറ്റായിട്ടിരിക്കുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് ടൈറ്റ് ആവത്തേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് ഓക്കെ തമാശ എന്ന് പറയാം, ഇവൻ കൊണ്ടുപോയി മോഷ്ടിച്ച് കഴിച്ചോട്ടെ, തക്കാളി, ഉപ്പ്, പഞ്ചസാര, മണ്ണെണ്ണയും കൂടെ ഉണ്ടായെങ്കിൽ അത് കൊണ്ടുവച്ച് കുടിച്ചാനെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇപ്പം ഇന്നിപ്പം 40 ദിവസമായിട്ട് ഇവൻ്റെ ഈ പരിപാടി നിർത്തുന്നില്ല. അപ്പം പ്രതികരിച്ചേ പറ്റൂ. അവിടെ ഒരു മനുഷ്യനും പ്രതികരിച്ചില്ല, ഷാനവാസ് മാത്രമാണ് പ്രതികരിച്ചത്. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം മറ്റുള്ളവരെ റേഷനും കൂടെയാണ് ഇവൻ കൊണ്ടുപോയി വായിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ മല്ലിയിലയാന്ന് പറയുന്നുണ്ട്. മല്ലിയിലയാണെങ്കിലും അവിടെ ഈ എന്തിലയാണെങ്കിലും, മല്ലിയിലയാണെങ്കിലും മറ്റേ കുരുമുളകാണെങ്കിലും എന്തലയാണെങ്കിലും അവിടെ ഷാനവാസ് ചോദിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. നിനക്ക് പ്രിവിലേജ് എന്താണ്? ഇവിടെ എല്ലാ ആൾക്കാരും ഒരുപോലെയാണ്. എല്ലാ ആൾക്കാരും കൂടെ റേഷനാണ് നീ എടുത്തുകൊണ്ട് മോഷ്ടിച്ച് തിന്നുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഷാനവാസ് ഈ അടി ഉണ്ടാക്കുന്നത്. നിവിൻ്റെ ഭാഗത്ത് ഒരു ന്യായമില്ല, ഒരു ന്യായം. നിവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇത് കിച്ചൺ ക്യാപ്റ്റനായ അനുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ട് കൊണ്ടുപോവാം. ഞാൻ ഇത് എടുത്തോട്ടെ, മല്ലിയില തിന്ന് എനിക്ക് ശീലമുണ്ട്, മല്ലിയില തിന്നാലേ എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റൂ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ട് ആ സാധനം എടുത്തുകൊണ്ട് പോവാം. അതൊരു മര്യാദയാണ്. അത് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകേണ്ടാണ് ഷാനവാസ് അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ഹൗസ് മേറ്റ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നറിയാവോ, അനുവിൻ്റെ മെക്കിട്ട് അങ്ങോട്ട് കയറി അനുവിനെ അങ്ങോട്ട് കുറ്റക്കാരിയാക്കി. അനുവാണ് ഈ വിഷയം വളച്ചൊടിച്ച് ഷാനവാസ് ഇത്രയും പ്രശ്നം ആക്കാൻ കാരണക്കാരി എന്ന് വരുത്തി തീർക്കുവാണ് ഈ മറ്റുള്ള വാഴകൾ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിവിനുണ്ടല്ലോ അന്ന് ഈ അനുമോള് ക്യാരറ്റ് എടുത്ത് തിന്നെന്നും പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് ഭയങ്കര ഷോ കാണിച്ച വ്യക്തിയാണ് ഈ മറ്റുള്ളവരുടെ റേഷൻ, ഈ തക്കാളി, പഞ്ചസാര ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി മോഷ്ടിച്ചെടുത്ത് തിന്നുന്നത്. ഈ അളിയൻ വിചാരിക്കുന്ന ഇതൊക്കെ ഭയങ്കര കഴിവാണെന്ന വിചാരം. അവിടെ എല്ലാ ആൾക്കാരും വിശന്നിരിക്കുന്ന ആൾക്കാർ കാണും. എല്ലാ ആൾക്കാരും കൂടെ അവകാശപ്പെട്ട കാര്യമാണ്.
ഇവൻ എടുത്തുകൊണ്ട് ഇവന്റെ ഒറ്റയ്ക്ക് കൊണ്ട് തിന്നുന്നത്. ഇവിടെ നെവിൻ വന്ന് ഈ മലയില എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അനു അവിടെ എടുക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സംഭവം ഉണ്ടല്ലോ, ബിന്നിയും അക്ബറും കൂടെ അവിടെ വളച്ചൊടിച്ച് ഇതെല്ലാം അനുവിന്റെ തലയിൽ കൊണ്ടിട്ട് അനു കാരണമാണ് ഇങ്ങനെ ഒരു വഴക്കുണ്ടായത്, അനു കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വരുത്തി തീർക്കുവാണ്. ബിന്നിയുടെ സ്വഭാവം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, കുത്തിത്തിരിപ്പിന്റെ അങ്ങേയറ്റത്തെ രാജകുമാരിയാണ്. കുറച്ച് ദിവസം എനിക്കൊന്ന് ഈ ആഴ്ച ഇച്ചിരി കുറവുണ്ടായിരുന്നു, വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഡബിൾ സ്റ്റാൻഡ് ഈ അക്ബറിന് ഓൾറെഡി ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് എന്ന് നമുക്കറിയാം. ആരിൻ്റെയും അക്ബറിൻ്റെയും ഡബിൾ സ്റ്റാൻഡ് നല്ല വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് ലൈവ് കാണാം. എപ്പിസോഡിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല, അത് പടച്ചോന് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ലൈവിനകത്ത് നല്ല പോലെ നമ്മൾ കണ്ടതാണ് അക്ബറിൻ്റെയും ആരിൻ്റെയും ഡബിൾ സ്റ്റാൻഡ്. ഈ വിഷയത്തിൽ ഷാനവാസിൻ്റെ അടുത്ത് നിന്നിട്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് പറയും, നിവിൻ്റെ അടുത്ത് നിന്നിട്ട് നിവിനെ സപ്പോർട്ട് ചെയ്ത് ഷാനവാസിനെ കുറ്റപ്പെടുത്തി പറയുന്നതാണ് നമ്മൾ ലൈവിൽ കണ്ടത്. ഇതുപോലെ ഡബിൾ സ്റ്റാൻഡ് ഒരു നിലപാടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഷാനവാസ് അത് മല്ലിയലെ ഇവർക്ക് ഒന്ന് സത്യം പറഞ്ഞാൽ ഐക്യൂ, കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ, തലയ്ക്കകത്ത് ഐക്യൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ചിന്തിക്കാന്നേ ഉള്ളൂ. ഇത് മല്ലിയലയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴക്കല്ല, ഇത് നിവിന് മാത്രം ഇത്ര പ്രിവിലേജ് എന്തോ അവിടെ. അങ്ങനെ ചിന്തിച്ചൂടെ? ഈ നിവിൻ മാത്രം മറ്റുള്ളവരുടെ ഫുഡും കൂടെ എടുത്ത് നായ്ക്ക് 40 വട്ടം 24 മണിക്കൂറും തീറ്റിയാണ് ജോലി. ലൈവ് കാണുന്നവർക്കറിയാം. തിന്നുക, അവിടെ എവിടെയെങ്കിലും പോയി കിടക്കുക. അതാണ് ഈ അളിയൻ ചെയ്യുന്നത്. വിശന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല, വിശന്നിട്ടാണ് അവിടെ ചോറും കറിയും ഉണ്ടല്ലോ, അതിൽ നിന്ന് ചോദിച്ചിട്ട് ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് പോയി എടുത്ത് കഴിക്കാം. ഇത് ചുമ്മാ ബാക്കിയുള്ളവരെയും കൂടെ റേഷനും കൂടെ എടുത്ത് മോഷ്ടിച്ച് ഇനി ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റേഷനൊക്കെ ഭയങ്കര ടൈറ്റ് ആവും. അപ്പൊ ഇപ്പൊ എന്തു ചെയ്യും? അപ്പം 3 പേർക്കുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു ഘട്ടത്തിലോട്ട് വരും. ആ സമയത്ത് എന്ത് ചെയ്യും? ആ 3 പേരെയും കൂടെ ഭക്ഷണം എടുത്ത് നിന്നിട്ട് അവരെയും കൂടെ പട്ടിണി ഇട്ടിട്ട് കിടക്കുമോ? സത്യം പറഞ്ഞാൽ ഇത് എപ്പോഴെങ്കിലും ചോദിച്ചത് നന്നായി. ഈ വിഷയം എന്തായാലും ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് ചോദിക്കും, ഇത് ചർച്ചയാവും. നെവിന് നല്ല രീതിയിൽ കൊടുക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഇത് മൊത്തത്തിലുള്ള പ്രശ്നമാണ്, ഷാനവാസിന്റെ മാത്രം പ്രശ്നമല്ല. ഈ വിഷയം ഷാനവാസ് ചോദിച്ചത് നന്നായി കേട്ടോ. കാരണം അവിടെ വേറെ ഒരാളെ കൊണ്ടും ചോദിക്കാൻ പറ്റത്തില്ല. വേറെ അനു ചോദിച്ചാൽ പറയാം അനു പുരാഗമന ചിന്താഗതിക്കാരിയാണ്, അനു കുലസ്ത്രീയാണ്, അല്ലെങ്കിൽ അനുവിനെ പഴിചാരും. അപ്പം എന്തുകൊണ്ടും ബെറ്റർ ഷാനവാസാണ് നല്ലത്. ചോദിക്കാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ ഷാനവാസാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നെവിൻ്റെ കട്ട് തീറ്റി കയ്യോടെ പിടികൂടി വലിച്ചു കീറി ഉപ്പിലിട്ട് 2 ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് പിന്നെ അതല്ല, എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഇന്ന് രാവിലെ മൊത്തവും മറ്റേ ആര്യനും റെനയുമായിട്ടുള്ള പ്രശ്നം നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഷാനവാസിൻ്റെ ഇവർ തമ്മിലുള്ള ഇഷ്യൂ കഴിഞ്ഞു. അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളെ വേദലക്ഷ്മിയുടെ പറന്നു പോയിട്ടുള്ള കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഡൗൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വ്രതമായിട്ട്, മൗനവ്രതമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ ആൾക്കാർ പറയുന്നു. പുള്ളിക്കാരി ഈ ലോകത്തൊന്നുമല്ല. ഞാൻ പറഞ്ഞായിരുന്നു, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ വന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇതോടെ വേദലക്ഷ്മിയുടെ കാറ്റ് പോവും, വെടിയും പുകയായിട്ട് കിടക്കും എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു ലൈവിൽ. സത്യം പറഞ്ഞാൽ വേദലക്ഷ്മി ഒരാൾ ഉണ്ടോയെന്ന് പോലും ഞാൻ ഇന്ന് കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ മൗനവ്രതമായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്ന മാത്രം കണ്ട്. എന്നാലും പുള്ളിക്കാരിയുടെ ഗെയിമും പ്ലാനും എല്ലാം പൊളിഞ്ഞ് എനിക്കൊന്ന് ഇല്ല രേണുസുതിയുടെ അവസ്ഥ പോലെ ആയി പോകുന്നു തോന്നുന്നു. ഫസ്റ്റ് വീക്ക് തന്നെ അല്ല വീഡിയോയുടെ കാര്യം എടുത്തിട്ടല്ലോ, ഇതും അതുപോലെ ആവും തോന്നുന്നു. ഫയറായിട്ട് പോകേണ്ട അവസ്ഥ ആവും തോന്നുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാൻ്റെ കാര്യം, ഇത്രയും വിഷയം നടന്നിട്ട് പോലും ഒന്ന് സംസാരിക്കടാ. നിനക്കും കൂടെ വേണ്ടിയിട്ടാണ് ഫുഡിന് വേണ്ടിയിട്ട് ഈ ഷാനവാസ് അടി ഉണ്ടാക്കിയത്. അതിനെങ്കിലും നീ ഒന്ന് സംസാരിക്കടേ. എനിക്കൊരു കാര്യം പറയാവുള്ളൂ സാബുമാൻ്റെ കാര്യത്തിൽ. ബിഗ് ബോസിന് പറ്റുമെങ്കിൽ ഒരു വാഴ, ഈ സാബുവിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഒരു വാഴ ആ സ്ഥാനത്ത് ആ ഒരു ബെഡിൽ കൊണ്ട് കുത്തിവെക്കി. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ആ വാഴയെങ്കിലും അവിടെ ഒന്ന് വേരിട്ട് കൊലയെങ്കിലും അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് കൊലയെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരു പ്രയോജനവും ഇല്ല, ഒരു ഗുണവും ഇല്ല, ഒരു മണവും ഇല്ല, ഇവനെ കൊണ്ട് ഒരു കഴിവും ഇല്ല. ഇവൻ എങ്ങനെ ഈ ബിഗ് ബോസിൽ വന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കഴിവുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കിടക്കുമ്പോൾ ഇതുപോലുള്ള വാഴകളെ എന്തിനാണ് ബിഗ് ബോസിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്?